ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. അല്ലാതെ അതിനുവേണ്ടി ആരുടെയും ശുപാർശ ഞാൻ കൈക്കൊള്ളില്ല. കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പോവാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അമ്മേ, ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? രാജു രമ്യയും തമ്മിലുള്ള കല്യാണം ഉടനടി നടക്കണം. അതിനുള്ളൊരു ടോർപിഡോയ ഇപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. കല്യാണക്കാര്യം പറയുമ്പോ രാജു വഴുതി മാറുക. ഈ ഒരുതരം മീനുണ്ടല്ലോ, വരാല്, അതുപോലെ. അല്ല, നീ പണ്ട് അവനോടൊപ്പം കഞ്ഞിയും കറിയും വെച്ചും മണ്ണപ്പം ചുട്ടും നടന്നവളാണെന്നല്ലേ പറയുന്നത്? ബാല്യകാലം മുതലുള്ള കൂട്ടുകാരല്ലേ? അതെ. എന്നിട്ട് എന്താടി അവനെ പെടുത്താതിരുന്നത്? മനസ്സിലായില്ല. എടി, അവന്റെ മനസ്സിൽ കേറിപ്പറ്റിയാ മാത്രം പോരാ, അവനെ സാരി തുമ്പിൽ കെട്ടിയിടണമായിരുന്നു. അതിനിവള് സാരി അല്ലല്ലോ അമ്മ ഉടുത്തിരുന്നേ. ഒരു കർവാമ്പോത്ത്. എടി, ആ ഒരു ഉദാഹരണം പറഞ്ഞതാണ് മരുമോളെ. ആണുങ്ങളെ വലവീശിയാൽ ആണുങ്ങളൊന്ന് ആറ്റുവാളയാണോ വലവീശി പിടിക്കാൻ? എടാ, ആണുങ്ങളെ പ്രേമിച്ച് കൈവശത്താക്കിയാൽ പിന്നെ പിടിവിടരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഒത്തിരി കുരുട്ട് ബുദ്ധി ഉള്ളതല്ലേ? ആ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് ഇവരുടെ കല്യാണം എങ്ങനെ നടത്തിയെടുക്കാൻ പറ്റും? എന്റെ അറിവില് ഒരു 10-60 കല്യാണമെങ്കിലും അമ്മ വേല വെച്ച് മുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ മുടക്കണ്ടല്ലോ, വേല വെച്ച് നടത്തി കൊടുത്താ മതി. മുണ്ടക്കലമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് അത്രേ രാജുവിന് ഇഷ്ടായതുകൊണ്ട്. എന്തോന്ന് അമ്മ തട്ടിപ്പോയ? അമ്മേ, ജീവനുണ്ട്. ഞാൻ ചത്തിട്ടൊന്നുമില്ല. വിഷയം ഞാൻ എന്റെ ദൈവത്തിന്റെ പാദത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ശിങ്കടി മുങ്കനാണ് എന്റെ ദൈവം. ആ ദൈവം മറുപടിയും തന്നു. നമ്മൾ ഈ കല്യാണം നടത്തും. ചേട്ടാ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ശേര? ചേട്ടനും മോളും ഒരുപാട് കാലമായി സംസാരമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അതെല്ലാം ഒന്ന് മാറി വരികയായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വീണ്ടും സംസാരിക്കാതിരിക്കാന്ന് പറഞ്ഞാ ഞങ്ങൾക്കത് വിഷമമുണ്ട് കേട്ടാ. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നാ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിരുന്നത് ശേര. പക്ഷെ അവളുടെ പെരുമാറ്റവും അവള് ചേച്ചിയോട് സംസാരിച്ച രീതിയും ഒട്ടും ശരിയായില്ല. എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അമ്മേ, അവര് ചെന്ന് സംസാരിച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇനിയിപ്പോ ആര് വിചാരിച്ച പിണക്കം തീരും? മോനെ, ഈ പിണക്കം തീരണമെങ്കിൽ ഈ അമ്പയെ വിചാരിക്കണം. എടാ, നിനക്കൊരു കാര്യം അറിയൂ? ചെറുപ്പം മുതലേ പ്രതാപനെ ഈ കൈക്കുമ്പിളി വെച്ച് നോക്കിക്കൊണ്ട് നടന്നതേ വെറുതെ അല്ല. ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. അന്ന് ഞാൻ അവനെ കൊടുത്ത
കെയറും സ്നേഹവും അതെല്ലാമാ ഇന്നവൻ എനിക്ക് തിരിച്ചു തരുന്നത്. അങ്ങോട്ട് കൊടുത്ത സ്നേഹമേ എന്റെ വെറും ഷോ ആയിരുന്നെങ്കിലും ഇങ്ങോട്ട് അവൻ തരുന്ന സ്നേഹം ആത്മാർത്ഥമായതാ. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനെ അംബിക തന്നെ വിചാരിക്കണം. അല്ലാതെ ഒന്നും നടക്കില്ലടാ. ഋതികയെ അംബികയോട് ദേഷ്യപ്പെട്ട അതിന്റെ ഇരട്ടി പവറിൽ ഞാനങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇതിപ്പോ ചെറിയൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കൂട്ടിയാ മതി. അല്ല, ഇതില് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോ ഞാൻ ചെയ്താ എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അത് പിന്നെ എനിക്കറിയില്ല അമ്മേ. അമ്മ പൊളിയല്ലേ. അല്ല ഏട്ടാ, ഏട്ടന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? നമ്മുടെ എല്ലാവരുടെയും കുട്ടിയല്ലേ ഋതിക. ആലോചിക്കുക ഒന്നുമില്ല യാമിനി. എന്റെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. അല്ലാതെ അതിനുവേണ്ടി ആരുടെ ശുപാർശ ഞാൻ കൈക്കൊള്ളില്ല. കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പോവാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമസ്കാരം സാർ. ആ യെസ്, വരൂ. ഞാൻ ഓറിയന്റ് ബാങ്കിലെ ബാങ്ക് മാനേജറാണ്. ആ ഇരിക്കൂ. താങ്ക് യു സാർ. സാറിന്റെ മകളുടെ പേരിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറച്ചു കാലം മുമ്പ് സാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സാറിന്റെ മകൾക്ക് 20 വയസ്സാകുമ്പോ മെച്യൂരിറ്റി ആകുമ്പോ എടുക്കുന്ന രീതിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂരിറ്റി ആയിട്ടുണ്ട് സാർ. സാറിന്റെ മകളുടെ സൈൻ ഉണ്ടായിരുന്നെങ്കിൽ മകളുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. ആയിക്കോട്ടെ. മകളെ ഒന്ന് വിളിക്കാമോ സാർ? അവൾ ഇപ്പൊ ഇവിടെ ഇല്ല. അതാ മോള് വന്നല്ലോ. യാമിനി, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്താ ചെറിയമ്മേ? അച്ഛൻ മോളുടെ പേരില് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരുന്നു. അതിപ്പോ മെച്യൂരിറ്റി ആയി. അത് ട്രാൻസ്ഫർ ചെയ്യാനായി മോളുടെ സിഗ്നേച്ചറിന് വേണ്ടി വന്നതാ.